നമ്മുടെ കൈക്കാരന്മാർ എഴുതിയില്ല
ഈശോയുടെ സ്നേഹത്തോടുകൂടി അതുപോലെ നമ്മുടെ ഇവരുടെ വാചകങ്ങൾ തന്നെയാണ് ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത്. അച്ഛനും അതുപോലെ അച്ഛനുണ്ടായിരുന്നു. പ്രിയപ്പെട്ട വൈദികരെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, മാനവീയമായിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരന്മാരും ഈ വൈദികരെ പ്രിയപ്പെട്ടവരെ, ഒത്തിരിയേറെ സന്തോഷമുണ്ട്. നമുക്ക് കൊച്ചിനെയും ലഭിച്ചിരിക്കുകയാണ്. കൊച്ചിൻ്റെ മോളെ മാത്രം വലുതായിരുന്നു ഈ നാളുകളിൽ നിങ്ങൾ അനുഭവിച്ചതാണ്. പക്ഷേ ഇവിടുത്തെ സോണിച്ചും കൊച്ചിനും ഞാൻ അനുഭവിച്ചേക്കാൾ കൂടുതൽ അനുഭവിച്ചത് തീർച്ചയായിട്ടും അത് വലിയ ബന്ധപ്പെടുകയാണ്. അച്ഛൻ്റെ വീട് പാത്തപ്പാറയാണ്. ഒരു വർഷമായിട്ട് മാനവീയതയിലൂടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ട അച്ഛൻ ഞാൻ ഒരുമിച്ച് മനസ്സിലാക്കാനാണ് എൻ്റെ സന്തോഷത്തിൻ്റെ കാരണം പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ അച്ഛൻ്റെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വളരെ കൂടുതലായിട്ട് പ്രസംഗമായി നന്നായി പഠിക്കുകയും എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യുകയും ചെയ്തു വളരെ നന്ദിയോടുകൂടി ഓർക്കുന്നു. അച്ഛൻ ഇവിടെ മനോഹരമായ ഇടവകയാണ് പേരാവൂര് അറിയാം. അതിരൂപതയിലെ ആദ്യ ഇടവകകളിലൊന്നാണ്. 100 വർഷം കഴിയാൻ വേണ്ടി പോകുന്നു. അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ഈ ഇടവക സംഭവം ഒത്തിരിയേറെ അച്ഛന്മാരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും വളർത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നും ഈ ഇടവകയിലെ വൈദികരോട് എപ്പോഴും ചേർന്ന് നിൽക്കുന്നവരാണ്. അപ്പോൾ വലിയ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ എന്തായാലും ഒരു വർഷം ഉറപ്പായിട്ടുണ്ടാവും പ്രതീക്ഷിക്കാം. എത്ര വർഷമാണെങ്കിലും എത്ര കാലമാണെങ്കിലും കോളേജിനെ സംബന്ധിച്ച് വളരെ സന്തോഷപ്രദമായ അനുഭവമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും ഒത്തിരിയേറെ സ്നേഹത്തോടെ സന്തോഷത്തോടുകൂടി കോളേജിനെ കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ജോസിച്ച് തയ്ക്കുന്ന കുറച്ച് ഞങ്ങളുടെ ഡിസ്കസുകളായിട്ട് രണ്ടുപേര് ചേർന്നാണ് നമ്മുടെ അതുപോലെ വളരെ സുന്ദരമായി സേവനം ചെയ്യുന്ന കുടുംബത്തിന് ചേട്ടൻ ജോർജ് നിർവഹണമാണ്. ഭാരതോത്സവങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് വളരെ തീക്ഷ്ണമായിട്ടുള്ള പത്രങ്ങളിലും അതുപോലെ ന്യൂസൊക്കെ വരാറുണ്ട്. കാർഷിക അതിന് ഒട്ടും പറയുന്നില്ല. വളരെ തീക്ഷ്ണതയോടുകൂടിയാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പഠിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല മാതൃകയും ഉത്സാഹവുമായിരുന്നു. പ്രിയപ്പെട്ട ചാച്ചനെയും സ്നേഹത്തോടുകൂടി ഇടവകയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട 2 ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മാലത്തുനിന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചനെ യാത്രയാക്കാനാണ് വന്നിരുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഓരോരുത്തർക്കും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കൊച്ചിനോട് പോയാൽ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കണം. ഒന്ന് രണ്ടാമത്തെ പലപ്പോഴും ഇവിടെ വരണം, കാണാൻ വേണ്ടി കുറച്ച് ദൂരമുള്ള അറിയാൻ എന്നാലും കാണാൻ വേണ്ടി വരണം. പലപ്പോഴും അവിടുത്തെ സമ്മാനത്തിൽ വാങ്ങി മതി. അപ്പോൾ അങ്ങനെ സമ്മാനം കൊണ്ടുവന്ന് ഞങ്ങൾക്ക് സന്തോഷമുള്ളത് ഇവിടെ ഞങ്ങൾ തിരികെ അറിയാമോ. ഇത് സന്തോഷത്തോട് പറയുന്നതാണ്. ഞാൻ കുറച്ച് സമയം ചെറുപ്പത്തിലിരിക്കുമ്പോൾ ഇവിടുത്തെ ബേക്കറിക്കാർക്ക് എഴുതി വെച്ചിട്ടാണ് നിങ്ങളുടെ പ്രയോജനാർത്ഥം പറയുന്നതാണ്. ഒരു വർഷം തന്നെ കാണാൻ 87 ലഡുവാണ് അത്രയൊന്നും മുൻപല്ല. തമാശയായിട്ട് നമുക്കറിയാം. സാധനത്തിനെക്കുറിച്ചല്ല പറയുന്നത്. പല കാലത്ത് വരികയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. പ്രത്യേകിച്ച് ഇവരൊക്കെ പള്ളികളുടെ ശുശ്രൂഷകരുള്ളൂ. ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും സപ്പോർട്ട് തീർച്ചയായിട്ടും നമ്മൾ കുഞ്ഞുനാൾ എത്ര നല്ല സപ്പോർട്ട് വൈദ്യുതി കൊടുക്കുന്നുവോ അത്രയും നല്ല വൈദ്യുതി നമുക്ക് കിട്ടും എന്നുള്ളത് പറയാൻ വേണ്ടി ഞാൻ തമാശയായിട്ട് പറഞ്ഞുള്ളൂ. അവിടെ നമ്മളെ കാണാൻ വരികയും പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യണം എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും ദൈവാഗ്രഹവും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അച്ഛൻ്റെ മുറിയിലേക്ക് ആദ്യം പോകുന്നത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കുടിവെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല സന്തോഷവും മധുരങ്ങൾ വെച്ചിട്ട് ലഡുവുണ്ട്. അതെടുത്ത് കഴിക്കണം. അത് വന്നിരിക്കുന്ന എല്ലാവരും ലഡുവെള്ളമൊക്കെ കഴിക്കണം. അതിനുശേഷം അച്ഛൻ്റെ മുറിയിലേക്ക് സാധനമൊക്കെ കൊടുക്കുക. അതിനുശേഷം പരീക്ഷ സമയം ചെലവഴിച്ച് സാവകാശം പറയാൻ കഴിയുന്ന
ക്രിസ്ത്യാനികളുടെ സ്നേഹപരപ്പെട്ട ഷാനിച്ച ജോസച്ച, ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, മലബാറിലും പേരാവൂരിലുമുള്ള പ്രിയപ്പെട്ട ദൈവജനമേ, ഒരുപാട് സന്തോഷത്തോടും ആത്മാഭിമാനത്തോടും കൂടിയാണ് ഞാൻ ഈ ദേവാലയത്തിൽ ആയിരിക്കുക. ഒരു വർഷക്കാലം മാലത്ത് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി ദൈവനെ അനുവദിച്ചു. അതിനുശേഷം ഇങ്ങോട്ട് കടന്നു വരുവാൻ വേണ്ടി ദൈവം അനുവദിച്ചു. ഞാൻ വിചാരിക്കുന്നു ഫോർമേഷൻ ഇനി തിരഞ്ഞിട്ടില്ല. ഒരു വർഷം കൂടി ഒരു വർഷം കൂടിയുള്ള ഫോർമേഷൻ ക്ലാസ്സും കൂടി അതുകൊണ്ടായിരിക്കണം പിന്നെയും ഷാരിസിൻ്റെ അടുത്തേക്ക് ദൈവം മടക്കി അയച്ചത്. എന്തായാലും ദൈവപരിപാലയ്ക്ക് മുമ്പിൽ ശിരസ് നമിക്കുന്നു. നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനകളും അതുപോലെ തന്നെ സഹകരണവും സ്നേഹവും എല്ലാം പ്രതീക്ഷിക്കുന്നു. നിങ്ങളെല്ലാവരും നല്ല ആളുകളാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന കുറച്ച് സമ്മാനങ്ങൾ പറഞ്ഞത് പേരാവൂരുകാരുടെ നല്ല മനുഷ്യനാണ് എന്നുള്ള ഫീഡ്ബാക്ക് എല്ലാവരും ആരും മോശം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ വലിയ ഉറപ്പും സന്തോഷവും എല്ലാം ഉണ്ട്. അത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു. അതുപോലെ തന്നെ എന്നോടൊപ്പം മാർഗത്ത് നിന്ന് ഇവിടെ വരെ യാത്ര ചെയ്ത് കൊണ്ടുപോകാനായിട്ട് വന്ന ആ മാർഗത്തുകാരെയും അതുപോലെ തന്നെ ദർക്കാസ് ദിശകളിലുള്ളവരെയും ഏറെ സന്തോഷത്തോടുകൂടി ഓർക്കുന്നു. എല്ലാവരെയും നന്ദിയോടുകൂടി ഓർക്കുന്നു. നമ്മളെല്ലാവരും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി ഉള്ള പ്രാർത്ഥനകൾ യാചിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അച്ഛനെ പിടിച്ചെടുത്ത് ഇരുന്ന് വാർത്ത അവൻ കച്ചവടം അച്ഛനോട് വാ. Yes. അവിടെയാണ് അപ്പൊ നീ സാറാണോ? അങ്ങനെ ദയവായി പറയുന്ന കാര്യങ്ങൾ നമ്മൾ കടുക്